ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവ് എനിക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മോട് ഇന്നും വളരെ വ്യക്തമായി സംസാരിക്കട്ടെ. വിവിധ ആവശ്യങ്ങളുമായി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നറിയാം. അവരോടൊക്കെ ദൈവാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കട്ടെ എന്ന് പ്രത്യേക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൽ നിന്നും ബലവും ശക്തിയും മറുപടിയും എല്ലാം ദൈവം തരുവാൻ വിശ്വസ്തനാണെന്ന് അനവധി പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവത്തിന്, നമ്മോട് ഇടപെടുന്ന ദൈവത്തിന്, നമ്മെ സഹായിക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും എല്ലാം കരയറ്റിക്കൊണ്ട് കർത്തൃസന്നിധിയിൽ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവിക വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 17 വാക്യം ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. യെശയ്യാ പ്രവചനം 41 അധ്യായം 17 വാക്യം. എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. ഒന്നോടെ ഞാൻ ആദ്യത്തെയും അവസാനത്തെയൊക്കെ വാക്ക് ചേർത്ത് വായിക്കട്ടെ. എളിയവരും ദരിദ്രരുമായവർ വെള്ളം തെരഞ്ഞു നടക്കുന്നു. അവസാനത്തെ വാചകം, ഇസ്രായേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. വെള്ളം തെരഞ്ഞു നടക്കുന്നവരെ കൈവിടുകയില്ലെന്ന്. ഞാനിതൊരു വലിയ സംഭവത്തിൻ്റെ, വലിയൊരു വിശദീകരണത്തിൻ്റെ ഇടയിൽ നിന്നൊരു വാക്യം പുറത്തേക്കിട്ട് വായിച്ചതാണ്. ഈ അധ്യായത്തിനകത്ത് സഹായിക്കുന്ന, വിടുവിക്കുന്ന ദൈവത്തെ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ആ മുകളിൽ നിന്ന് താഴേക്കൊക്കെ വായിച്ചാൽ വളരെ കൃത്യമായി മനുഷ്യനെ സഹായിക്കുന്ന, ദൈവത്തെ ആവശ്യക്കാരായി ആഗ്രഹിക്കുന്നവരെ സഹായിക്കുന്ന, അവരെ കൈവിടാത്ത, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് മുഴുവനൊന്നും വിശദീകരിക്കാൻ അത്ര വലിയൊരു പ്രഭാഷണമല്ലല്ലോ ഈ സമയത്ത് നമ്മൾക്ക് ലഭിക്കുന്നത്. ചുരുക്കം ചില വാക്കുകൊണ്ട് ചുരുങ്ങിയ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനല്ലേ. ഈ 17 വാക്യം, ആ വാക്യം മാത്രം നമുക്കൊന്ന് ചിന്തിച്ച് നമുക്ക് ആത്മാവിൽ നിന്ന് ബലപ്പെടാം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എളിയവരും ദരിദ്രരുമായവർ വെള്ളം തെരഞ്ഞു നടക്കുന്നു. വെള്ളം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. കാര്യം നിസ്സാരമാണ്, വെള്ളമല്ലേ എന്ന് ചിന്തിക്കാം. പക്ഷെ അതില്ലാതെ ജീവിക്കാൻ പറ്റിയല്ലോ. അപ്പം ദരിദ്രരായ ആളുകൾ, വളരെ എളിയവരായ ആളുകൾ, അവർ വെള്ളം തിരഞ്ഞ് നടക്കുക, അതിനന്വേഷിച്ച് നടക്കുക. അവരോടുള്ള, വെള്ളം തിരഞ്ഞ് നടക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1, 2, 3 കാര്യങ്ങൾ ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാം കേട്ടോ. എളിയവരും ദരിദ്രരുമായവർ വെള്ളം തിരഞ്ഞു കിടക്കുന്നു. അടുത്ത വാചകം, ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. അപ്പോൾ ആ വാക്കിനെ രണ്ടായി തിരിക്കാം. ഒട്ടും കിട്ടായികയാൽ, അപ്പോൾ വെള്ളം തിരഞ്ഞ് നടക്കുമ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജാണ് ഒട്ടും കിട്ടായികയാൽ. ഒരു തുള്ളി വെള്ളം പോലും കിട്ടായികയാൽ. നമുക്കൊരു നിർബന്ധമുണ്ട്, തിരയുമ്പോഴത്തേക്കും കിട്ടിക്കൊള്ളണം എന്നൊരു നിർബന്ധമുണ്ട്. ഞാനിവിടെ വെള്ളം അല്ല എൻ്റെ പ്രധാനപ്പെട്ട ചിന്ത കേട്ടോ. ആത്മീക ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കണമെന്നറിയൂ. ചുമ്മാ കയ്യും കെട്ട് വീട്ടിലിരുന്നാൽ വീട്ടിൽ വന്ന് കയറുമെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടാക്കാം, വലിയ ജന്മിമാരുടെ മക്കളോ വലിയ പിതൃസ്വത്തും കാര്യങ്ങളൊക്കെയായി ഒരു പരിപാടിക്കും പോകാണ്ട് വീട്ടിൽ നിന്നാൽ മതി. അങ്ങനെയുള്ള ആളുകൾ ഒറ്റപ്പെട്ട് ചിലർ കണ്ടേക്കാം. പക്ഷെ പൊതുവിൽ ഞാനുൾപ്പെടെ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ തെരഞ്ഞ് കണ്ടുപിടിച്ച ഇന്ന് നിൽക്കുന്ന സ്ഥിതിയിലെത്തിയത്. ഒരുപക്ഷെ ഇന്നത്തെ സ്ഥിതിയായിരിക്കും പലരും, നമ്മളെ കാണുന്നവർ, നമ്മളെ ശ്രദ്ധിക്കുന്നവർ, നമ്മളെക്കുറിച്ച് അനുകൂലമായോ പ്രതികൂലമായോ പറയുന്ന ആളുകൾ ഇന്നത്തെ സ്ഥിതിയായിരിക്കും അറിയുന്നത്. പക്ഷേ കുറേ വർഷങ്ങളായി ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു ജീവിതത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, ഒരനുഗ്രഹത്തിന് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഒരു നല്ല ജീവിതം ലഭിക്കാൻ വേണ്ടി എത്രയോ കാലങ്ങൾ എന്തെല്ലാം തെരഞ്ഞ് നടത്തട്ട ഇന്നിവിടെ എത്തിയത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരുപാട് പേരെ, ഞാൻ മറ്റൊരു രാജ്യത്താണ് ഈ ദിവസങ്ങളിൽ, അതുകൊണ്ട് ഈ രാജ്യത്തൊക്കെ വെച്ച് കണ്ട പല സ്നേഹിതർ, സഹോദരങ്ങൾ, ദൈവഭക്തർ,
കർത്തൃദാസന്മാർ അവരെ അടുത്തറിയുകയും അവരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പലരും പറഞ്ഞത്, ആദ്യകാലങ്ങളിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി, ഒരുപാട് തിരഞ്ഞവർ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ അന്വേഷണങ്ങൾ ഒരുപാട് നടത്തി, ഒരുപാട് തിരഞ്ഞ് നടന്നു. അവസാനം അങ്ങനെ തിരഞ്ഞ് നടക്കുന്നവരെ ഞാൻ ആത്മീകമായിട്ട് പറയുന്നത്, തിരഞ്ഞ് ജീവിതം പച്ചപിടിപ്പിക്കാൻ, രക്ഷപ്പെടാൻ, ഉയരാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മൾ കർത്താവിനെ മുൻനിർത്തിക്കൊണ്ടാണ്, ദൈവവചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എല്ലാ സന്ദേശവും ഞാൻ പറയുന്നത്. ഇപ്പോൾ ലോകത്തിൽ ആർക്കും ഇത് അനുഭവിക്കാം, പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവവചനത്തെ പ്രമാണിക്കണം. ഈ കാര്യം നിർബന്ധിതമായ കാര്യമാണ്. സത്യദൈവത്തെ ആശ്രയിച്ചുകൊണ്ട്, ആ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് വചനാടിസ്ഥാനത്തിൽ ഒരുത്തൻ തിരഞ്ഞു നടക്കുക. ഇന്നും ഇത് കേൾക്കുന്ന 10,000-കണക്കിന് ആളുകളിൽ നിങ്ങളിൽ ചിലർ, നിങ്ങളുടെ കുഞ്ഞിന് ഒരു വിവാഹം നിങ്ങൾ തിരയുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു 2 സെൻറ്റ് ഭൂമി നിങ്ങൾക്കുണ്ടായി, അതിനകത്തൊരു കൊച്ചു വീട്, അതിനെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് നിങ്ങൾ തിരയുന്നുണ്ടോ? അതൊന്നും തെറ്റല്ല ദൈവമക്കളെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എളിയവരും ദരിദ്രരുമായിരിക്കുന്ന ആളുകളല്ലേ 17-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഒരുത്തിന് എളിയവനായിപ്പോയി, ദരിദ്രനായിപ്പോയി, എല്ലാവരെ പോലെ കയ്യിലൊന്നും ഉള്ളവരായിപ്പോയില്ല. ജന്മം കിട്ടി തിരിച്ചറിഞ്ഞപ്പോൾ ദാരിദ്ര്യമാണ്, എളിയവനാണ്. എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്താൻ, എങ്ങനെയെങ്കിലും അവരെ പഠിപ്പിക്കാൻ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ, ഒരു കൊച്ച് നനയാത്തൊരു വീട്, ഒരു രാജ്യത്തേക്ക് കുഞ്ഞുങ്ങളെ അയക്കാൻ, ഒരു ജോലി കിട്ടാൻ, അതൊക്കെ തിരയുന്നത് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നതൊന്നും തെറ്റല്ല കേട്ടോ, തെറ്റല്ല. അന്വേഷിക്കാതെ തിരയാതെ വീട്ടിലിരിക്കുന്നവരൊന്നും വേണ്ടും വണ്ണം വളർന്നിട്ടില്ല, ഉയർന്നിട്ടില്ല. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ കൊണ്ട് നന്മകൾ പ്രാപിച്ചവരെ നിങ്ങൾ മനസ്സിലാക്കണം. സ്വസ്ഥതയ്ക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് തിരയണം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് മാറ്റം വരാൻ ദൈവോന്മുഖമായി എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് തിരക്കണം. ആ വാക്ക് ഞാൻ ചേർത്ത് പറയുക. തിരഞ്ഞ് നിങ്ങൾ കണ്ടെത്തണം, അന്വേഷിക്കണം. എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എൻ്റെ ഈ രോഗം മാറുമോ? പ്രാർത്ഥിച്ചാൽ ഇന്ന കാര്യത്തിന് വിടുതൽ കിട്ടുമോ? കള്ളത്തരങ്ങളിലും കളിപ്പീരിലും പോയി ചാടരുത്. വളരെ പരിജ്ഞാനത്തോടെ വേണം. പക്ഷെ ഞാൻ ഈ വാക്യത്തിൻ്റെ തത്വം പറയാം. തിരയുമ്പോൾ, വെള്ളം തിരഞ്ഞിറങ്ങിയപ്പോൾ ആദ്യമൊന്നും കിട്ടിയില്ല. ആ വാക്കങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒട്ടും കിട്ടായികയാൽ. അപ്പോൾ ഈ തിരഞ്ഞ് നടക്കുന്നവരോടൊരു പ്രത്യേക അപേക്ഷ കേട്ടോ, ഇറങ്ങുമ്പോഴേക്കും കിട്ടണം എന്ന് വാശി പിടിക്കരുത്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഒട്ടും കിട്ടായികയാൽ. തിരഞ്ഞിറങ്ങിയ സമയത്തൊന്നും ആദ്യമൊന്നും കിട്ടിയില്ല. വയസ്സ് 31 25 വയസ്സ് മുതൽ തികയുന്നതാ. ചിലപ്പോൾ 5-6 കൊല്ലമായിട്ട് കിട്ടിക്കാണില്ല. നിരാശപ്പെടാതെ, തെരച്ചിൽ നിർത്താതെ, അന്വേഷണം അവസാനിപ്പിക്കാതെ വഴിയുണ്ട്. അടുത്ത വാചകം കണ്ടോ, ഒട്ടും കിട്ടായികയാൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദാഹം കൊണ്ട് അവരുടെ നാവ് വരണ്ടുപോയി. അപ്പോൾ സ്റ്റേജ് ഇച്ചിലൂടെ വല്ലാത്ത പ്രശ്നത്തിലായി. കിട്ടിയില്ലെന്നല്ല, തെരച്ചിൽ നടന്നപ്പോൾ ദാഹം കൊണ്ട് നാവ് വരണ്ടു. നാവ് വരളാൻ തുടങ്ങിയാൽ പിന്നെ പിടിച്ചു നിൽക്കൽ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരു നന്മ തിരഞ്ഞ് പ്രാർത്ഥനാമുറിയിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്തുന്ന പ്രിയപ്പെട്ടവരെ, തുടക്കത്തിലൊന്നും കിട്ടിയെന്നിരിക്കില്ല. നാവ് വരളുന്ന വെള്ളമാണല്ലോ ഇവിടുത്തെ പ്രധാന ഘടകം. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നാവ് വരടുന്ന, ക്ഷീണിക്കുന്ന, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നൊരു സ്റ്റേജാണ് നാവ് വരളൽ. അവിടെ വരെ എത്തി. എന്നിട്ടും തിരഞ്ഞ ഈ എളിയവന്, ഈ ദരിദ്രന് വെള്ളം കിട്ടിയിട്ടില്ല കേട്ടോ. നിങ്ങളും ഒരു പക്ഷേ ഇന്ന് ഈ സ്റ്റേജിലായിരിക്കും. ഒത്തിരി പ്രാർത്ഥനയിൽ തിരഞ്ഞു, അന്വേഷിച്ചു, നാവ് വരളാൻ തുടങ്ങി, കാല് കുഴയാൻ തുടങ്ങി. ഇനി വയ്യ, ഇനി കാത്തിരിക്കാനും വയ്യ, ഇനി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലെത്തിക്കാണും. തളരല്ലേ, നിർത്തല്ലേ. അടുത്തതോടെ വായിക്കുന്നത് കേൾക്ക്. അടുത്ത വാചകം, നാവ് വരണ്ടു പോയപ്പോൾ യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും, ഇസ്രായേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈവിടുകയില്ല. അപ്പം ഞാനൊരു കാര്യം പറയാം. അടുത്ത 3-ാമത്തൊരു സ്റ്റേജ്, നാവ് വരണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബോധം കെട്ട് വീണു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പൾസ് നിന്നു. അങ്ങനെയൊന്നും അതിനകത്തില്ലല്ലോ. ഒരു സ്റ്റേജ് വരെയും ഒരു പക്ഷേ നമ്മൾ വരണ്ടു പോകുന്ന സ്ഥിതി വരെയൊക്കെ ദൈവം അനുവദിച്ചേക്കാം. ദൈവമക്കളെ, നാവ് അണ്ണാക്കോട് വറ്റുന്ന ഒരു സ്ഥിതി വരെയും, നാവ് ഉണങ്ങുന്ന സ്ഥിതി വരെയും, അതുവരെയൊക്കെ ദൈവം ചിലപ്പോൾ മിണ്ടാതിരുന്നേക്കാം.
എനിക്ക് ദൈവത്തെ ഞാൻ അറിഞ്ഞിടത്തോളം 10-35 കൊല്ലമായി ഞാൻ ഈ പുസ്തകത്തിനകത്ത് ദൈവത്തെ ഒത്തിരി ശ്രദ്ധിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് പറയട്ടെ, നാവ് വരണ്ടതിനപ്പുറം കയ്യും കെട്ടിയിരിക്കാൻ ദൈവത്തിന് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. അത് കഴിയുമ്പോൾ കർത്താവ് എഴുന്നേക്കും. അത് കഴിയുമ്പോൾ ദൈവം നടപടി ഉണ്ടാക്കും. ആ വാക്ക് അങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവയായി ഞാൻ ഉത്തരമരുളും, ഞാൻ അവരെ കൈവിടുകയില്ല. താഴേക്കുള്ള വാക്യങ്ങളോട് വേണമെങ്കിൽ വായിച്ചോ, 18-19. തമ്പുരാൻ അങ്ങ് മരുഭൂമിക്കകത്ത് നീരുറവ ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അന്വേഷിക്കാത്ത, തെരഞ്ഞു നടക്കാത്ത പ്രാർത്ഥനയെക്കുറിച്ച് എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞ പ്രമാദമായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, മുട്ടുവീൻ തുറക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, യാചിപ്പീൻ കിട്ടും. അതാണ് പ്രാർത്ഥനയുടെ തത്വം. അപ്പം അന്വേഷിക്കാതെ, തിരയാതെ, മുട്ടാതെ ഒന്നും കാര്യങ്ങൾ നടക്കുമെന്നല്ല ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ആദ്യം അന്വേഷിച്ച് തിരഞ്ഞ് നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഒട്ടും കിട്ടാതെ വന്നേക്കാം. അന്വേഷിക്കുന്നതിനേക്കാൾ മുമ്പ് ഇച്ചിരിയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒട്ടും ഇല്ലാതെയായി. അങ്ങനെ ചിലർ പറഞ്ഞു കേട്ടു, പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ് ഇത്രയും പ്രശ്നം, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒട്ടും ഇല്ലാതെയായി എന്ന് ഒട്ടും എന്നൊരു വാക്യത്തിനകത്തുണ്ട്. ഒട്ടും, ഇപ്പോൾ ഒട്ടും ഇല്ലാത്ത സ്ഥിതിയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നാവ് വരളും. പക്ഷേ അതിനപ്പുറം പോകാൻ ദൈവം അനുവദിക്കുമോ? നിങ്ങളുടെ വാ കൊണ്ടെന്ന് പറഞ്ഞേ, നിങ്ങളുടെ നാക്കുകൊണ്ടെന്ന് പറഞ്ഞേ. നാവ് വരളാൻ തുടങ്ങി, അതിനപ്പുറത്തേക്ക് പോകാൻ ദൈവം സമ്മതിക്കുമോ? ഇല്ല, ഇല്ല. അതിനപ്പുറത്തേക്ക് നിനക്ക് താങ്ങാവുന്നൊരു കപ്പാസിറ്റി ദൈവത്തിനറിയാം. അതിനപ്പുറത്തേക്ക് വിടില്ല. അത് കഴിയുമ്പോൾ ഉത്തരമരുളുന്നവൻ എഴുന്നേക്കും, അവരെ കൈവിടില്ല. ഞാൻ നിർത്തട്ടെ. പ്രാർത്ഥനയെക്കുറിച്ച് ഈ പറയുന്ന കേട്ടോ, വെറൊരു കഥ പറയുകയല്ല. ഒത്തിരി അന്വേഷിക്കുന്നവരായിരിക്കാം. എൻ്റെ കൊച്ചിനൊരു വിടുതലുണ്ടോ? എനിക്കൊരു സമാധാനം ഉണ്ടാവുമോ? എൻ്റെ കുടുംബത്തിനൊരു നന്മയുണ്ടാവുമോ? എനിക്കൊരു ജോലി കിട്ടുമോ? എൻ്റെ കടം തീരുമോ? എനിക്കൊരു നനയാത്ത വീട്ടിൽ കിടക്കാൻ പറ്റുമോ? അന്വേഷിക്കുമായിരിക്കും. ഉത്തരവുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. തെരഞ്ഞു നടക്കുന്നവരെ കൈവിടാത്ത ദൈവം ഈ വേദപുസ്തകത്തിലുണ്ട്. നിർത്തരുത്, കറക്കം നിർത്തരുത്, തൊണ്ണ വരണ്ടാലും നിർത്തരുത്. ദൈവം എഴുന്നേക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതിൻ്റെ കൃത്യമായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ മക്കൾക്കിത് മനസ്സിലാകണേ. തളരാൻ അനുവദിക്കരുത്, വീഴാൻ അനുവദിക്കരുത്. അതിനു മുമ്പ് ഉത്തരമരുളണമേ, കൈവിടല്ലേ. ഇത് ഏറ്റെടുത്ത് ഒന്നിലധികം പ്രാവശ്യം കേട്ട് ഒരു വിടുതൽ നേടാൻ പലരെ അനുവദിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.